ഹായ് ഹലോ. ഇന്നിപ്പോൾ എന്താ കട്ട് ചെയ്യാൻ പോണ ചക്ക വിയറ്റ്നാം സൂപ്പർ. ഇതുവരെ ഇതൊന്നും പറിക്കാത്തതുകൊണ്ട് ഇതിന്റെ മൂപ്പ് എങ്ങനെയാണ്, ഇത് എത്ര വലുപ്പം വെക്കും എന്നൊന്നും അറിഞ്ഞൂടാ. അപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇതിന്റെ സൈസ് എത്ര ഉണ്ടാവും എന്നുള്ളത്. ഇന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അർച്ചന ഉണ്ട് കേട്ടോ, വീഡിയോ ഒക്കെ എടുക്കാനായിട്ട്. ചക്ക സോ മെനി ചക്കാസ് ഏകദേശം മൂപ്പ് തോന്നിക്കുന്ന ഈ ചക്കയാണ്. അപ്പോൾ അത് കട്ട് ചെയ്യാം. ചക്ക ചക്ക നമുക്കിത് വൈറ്റില്ലേ ചക്ക. ഇത് പഴുക്കാനായിട്ടില്ല കേട്ടോ, പക്ഷെ നമുക്ക് ഇടിച്ചക്കയായിട്ട് ഉപയോഗിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഈ കുറച്ചും കൂടി വലിപ്പം വെക്കും എന്നുള്ളത് ഇതൊന്ന് മനസ്സിലായി. അങ്ങനെ ആദ്യത്തെ ചക്ക നമ്മളെ മുറ്റത്തുള്ള സൂപ്പർ വെളി വിയറ്റ്നാം സൂപ്പർ വെളി പ്ലാവിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നാക്കി കട്ട് ചെയ്തിട്ട് നമുക്ക് ഇടിച്ചക്കയാക്കി വെക്കാം. അപ്പോൾ ഇനി അതിനുള്ള കാര്യങ്ങൾ ചെയ്യാണ്. വാഴയിലുണ്ടായിട്ടുള്ള മൈസൂർ പഴമാണ് കേട്ടോ. ഇത് ഒരു പടലയിൽ തന്നെ കുറേ കായ ഉണ്ടാവുന്നത്. വാഴക്കൊല ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. വലിയ വാഴക്കൊല ഉണ്ടാവുക, ഒരുപാട് പടലുണ്ടാവും അതിൽ. 2-3 മാസം കൂടുമ്പോൾ എന്തായാലും ഒരു കൊല ഞങ്ങൾക്ക് മൈസൂർ കൊല ഉണ്ടാവും എപ്പോഴും. ഈ വാഴ നിൽക്കുന്നത് മുറ്റത്ത് ടാപ്പ് ഉള്ളതിൻ്റെ അടുത്തായിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും നനയ്ക്കുമ്പോഴൊക്കെ കൂടുതലായിട്ട് ആ ഭാഗം നനയുന്നതുകൊണ്ടാണ്. അതുകൂടാതെ നല്ല വെയിലുള്ളതുകൊണ്ടാണ് ആ ഭാഗത്തുള്ള വാഴക്കൊല നല്ല വലുപ്പത്തിലുണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടാമത്തെ വാഴക്കൊലയും കാണാം. നമ്മുടെ സർഫ്, നമ്മുടെ മാങ്ങയൊക്കെ പറിക്കാൻ വന്നില്ലായിരുന്നോ, ആ സർഫ് തന്നെയാണ് ഇവിടെ വാഴക്കൊല വെട്ടാനായിട്ട് വന്നിട്ട്. അപ്പോൾ വാഴക്കൊലൊക്കെ വെട്ടി കഴിഞ്ഞ് ഉണ്ണിക്കാമ്പൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വാഴക്കൊല ഇവിടെ വെട്ടിയിട്ടുള്ള. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര കായുണ്ട്, അതുപോലെ തന്നെ ഇത്ര ഒരുപാട് പടലുണ്ട്. നല്ല തിക്കായിട്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. വലിയ കായാണ് ഓരോന്നും കാണാനുണ്ടോ, നല്ല വലിയ വലിയ പഴമാണ്. അങ്ങനെ നമ്മുടെ മുറ്റത്തു നിന്നും കട്ട് ചെയ്തെടുത്തിട്ടുള്ള വിയറ്റ്നാം സൂപ്പർ വെളി പ്ലാവിൽ നിന്നുള്ള ചക്ക കൊണ്ട് നല്ല കട്ട് ചെയ്ത് ഇടിച്ചക്ക ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇടിച്ചക്ക വെച്ചത് അല്ലെങ്കിൽ ചക്ക ഉപ്പേരി, അതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ മൈസൂർ വാഴക്കൊല ഫുള്ള് പഴുത്തിട്ടുണ്ട്. അപ്പം നമ്മളത് പടല ചെത്തിയിട്ട് ഓരോരുത്തർക്കായിട്ട് കവറിലിട്ടിട്ട് അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കുകയാണ്. അതുകൂടാതെ ഇവിടെ വരുന്നവർക്കൊക്കെ, നമ്മുടെ വീട്ടിൽ വിസിറ്റ് ചെയ്യുന്നവർക്കൊക്കെ കൊടുക്കുകയാണ്.